ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വീട്ടിൽ സങ്കടങ്ങൾ ഉണ്ടായിട്ട്, വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, ചെലവിന് തട്ടാണ്, ബുദ്ധിമുട്ടാണ്, ഭക്ഷണങ്ങൾക്ക് പ്രയാസമാണ്. ഈ ചരിത്രം തുടരുന്ന മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ആവശ്യമായ ഘട്ടത്തിൽ പോലും ഇങ്ങോട്ട് 1000 ദീനാർ തന്നപ്പോ എനിക്കിത് വേണ്ട, നിങ്ങൾ ഞാൻ പറഞ്ഞു തന്ന രക്ഷയുടെ മാർഗത്തിന്, പരലോകത്ത് നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള മാർഗം പറഞ്ഞു തന്നതിന് നിങ്ങൾ ഇങ്ങോട്ട് എനിക്ക് പ്രത്യുപകാരം ചെയ്യുകയാണോ എന്ന് പറഞ്ഞിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അല്ലാഹുവിൽ തവക്കുലാക്കി ജീവിച്ച മഹാൻ ഉമൈർ ഇബ്നു ഇയാദ്. പക്ഷേ ഈ സംഭവം അദ്ദേഹത്തിന്റെ ഭാര്യ അറിഞ്ഞോ? ഖലീഫ ഇങ്ങോട്ട് വന്നു ചോദിച്ചതല്ല, ഇങ്ങോട്ട് വന്നു കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി. ഖലീഫ ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞു കൊടുത്തതല്ല, എനിക്ക് ഉപദേശം പറഞ്ഞു തന്നു, ദീനിന്റെ കാര്യം പറഞ്ഞു തന്നു, എനിക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു തന്ന ഒരു ഗുരുവായി അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിനൊരു ഹദിയ കൊടുത്തു. ഇത് പൂർവികരുടെ ഒരു പാതയാണ്. ചരിത്രം പറയുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യ ബഹുമാനപ്പെട്ടവരോട് തിരിഞ്ഞിട്ട് പറയുന്നല്ലയോ മനുഷ്യ, ഭാര്യമാരങ്ങനെയാണല്ലോ, സ്വാതന്ത്ര്യം കൂടും. ഇത്രയും വലിയൊരു മഹാനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് യാ ഹാദാ എന്നാണ്. അറബി വാക്കിയാണ് യാ ഹാദാ, അല്ലയോ മനുഷ്യ, ഇയാൾ, ഇയാളെന്ന അർത്ഥം. ഇയാളെ വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ നല്ല മനുഷ്യൻ തന്നെ, നമ്മുടെ ഞെരുക്കം അറിയില്ലേ, നമ്മുടെ വീട്ടിലെ സങ്കടങ്ങൾ നിങ്ങൾ അറിയില്ലേ, ഭക്ഷണത്തിനുള്ള മുട്ട് നിങ്ങൾ അറിയില്ലേ, ഫലൗ ഖബിൽത ഹാദൽ മാൽ, ഈ 1000 ദീനാർ നിങ്ങൾ സ്വീകരിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ വാങ്ങിയിരുന്നെങ്കിൽ, ലം ഫറജ്നാ ബിഹി, അതുകൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പരിഹരിക്കാമായിരുന്നു. ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദിനോട് ഭാര്യ പറയുകയാണ്, മഹാനോട് ഭാര്യ പറയുകയാണ്, നിങ്ങൾ ആ ദീനാർ സ്വീകരിച്ചിരുന്നെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾക്ക് സമാധാനം വരുമായിരുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സമയത്ത് ഭാര്യയോട് മഹാൻ പറയുകയാണ്, ഇന്ന മസലീ വമസലുക്കും കമസലി ഖൗമിൻ കാന ലഹും ബഈർ. നിങ്ങളെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെയും നിങ്ങളുടെയും ഉപമ, എന്റെയും നിങ്ങളുടെയും ഉദാഹരണം ഒട്ടകത്തെ വളർത്തുന്ന ഒരു ജനതയുടെ ഉദാഹരണമാണ്. ഭാര്യയോട് ഉദാഹരണം പറയുകയാണ്, ഒരു ഒട്ടകത്തെ വളർത്തുന്ന ആളുകളെ പോലെയാണ് ഇപ്പൊ ഞാനും നിങ്ങളും എന്ന് പറഞ്ഞു. എന്താ ഒട്ടകത്തെ വളർത്തുന്ന ആളുകൾ ചെയ്യുന്നത്? ഒട്ടകത്തെ വളർത്തും, പക്ഷെ ഒട്ടകത്തെ വളർത്തി ആവോളം ഒട്ടകത്തിൽ നിന്ന്, അതിന്റെ അധ്വാനത്തിൽ നിന്ന് അവർ തിന്നും, ഒട്ടകത്തിന്റെ അധ്വാനത്തിൽ നിന്ന് അവർ തിന്നും. എന്നിട്ട് ഒട്ടകത്തിന് പ്രായമാകുമ്പോ, വയസ്സാകുമ്പോ, ഇനി ഇതുകൊണ്ട് ഇതിൽ നിന്ന് നേട്ടമില്ല എന്ന് കണ്ടിട്ട് ഒട്ടകത്തിന് അറുത്തതിന്റെ മാംസം തിന്നും. ഇതുപോലെയാണ് ഞാനും നിങ്ങളും. നിങ്ങൾക്ക് ഞാൻ ഒട്ടകം എന്നാണ് പറയുന്നത്. ഇതുപോലെയാണ് എന്റെയും നിങ്ങളുടെയും ഉദാഹരണം. അതുകൊണ്ട് നിങ്ങൾ ഫുളൈലിനെ അറുക്കല്ലേ, ഇതിനെക്കാലം നിങ്ങൾ വിശന്ന് മരിച്ചുകൊള്ളുക, നിങ്ങൾ വിശന്ന് മരിച്ചുകൊള്ളുക എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യ അടങ്ങുന്ന കുടുംബത്തോട് പറഞ്ഞു. പക്ഷെ എങ്ങനെയോ ഈ കാര്യം ഖലീഫയിലേക്ക് എത്തി. അദ്ദേഹത്തിന് ആവശ്യമുണ്ട്, ഞാൻ കൊടുക്കാമെന്ന് ഉദ്ദേശിച്ച പൈസയ്ക്ക് അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് ആവശ്യമുണ്ട്. ഈ വിവരം അദ്ദേഹം അറിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം പറയുകയാണ്, വരൂ നമുക്ക് പോകാം. ഫുളൈൽ ഇനി സ്വീകരിക്കും, ഈ പൈസ സ്വീകരിക്കും, മഹാനവറുകൾ സ്വീകരിക്കുമെന്ന് കണ്ടിട്ട് വീണ്ടും അതാ തന്റെ സ്നേഹിതരെ വിളിച്ചിട്ട്, സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ഖലീഫ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഈ ദീനാറുകൾ കൊടുക്കാൻ വരുന്നു. പക്ഷേ ഖലീഫ വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വന്നു. മണ്ണിന്റെ മീതയായി ചെറിയ ഒരു കട്ടിലിന്റെ പുറത്തിരുന്നു. ഒന്നും മിണ്ടുന്നില്ല, ഒന്നും ശബ്ദിക്കുന്നില്ല.
ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഒരു ഭാഗത്തായിട്ട് ഖലീഫ വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. കാര്യം തിരക്കാൻ വേണ്ടി തുടങ്ങുന്നു. പക്ഷേ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല, മഹാനൊന്നും ചോദിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖലീഫ സംസാരിക്കുന്നു. മുസ്ലിം ലോകത്തിന്റെ ആദരണീയനായ അധികാരി ഖലീഫത്തുൽ മുസ്ലിമീൻ ഹാറൂൻ റഷീദ് ഇങ്ങനെ സംസാരിക്കുന്നു. പക്ഷെ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. മഹാനർക്ക് ഇഷ്ടപ്പെട്ടില്ല. വന്ന കാര്യം മനസ്സിലായത് കൊണ്ട് തന്നെ ഒന്നും പ്രതികരിച്ചില്ല, ഒന്നും തിരിച്ചു മറുപടിയായി പറഞ്ഞില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഒരു അടിമ പെണ്ണ് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മഹാന്റെ മുഖം വായിച്ചെടുത്തിട്ട് വിഷമം മനസ്സിലാക്കിയിട്ട് ഖലീഫയോട് പറയുന്ന, മനുഷ്യ, നിങ്ങൾ ഈ മഹാനായ ശൈഖിനെ സന്ധിച്ചത് മുതൽ നിങ്ങൾ നൊമ്പരപ്പെടുത്തുകയാണ്, നിങ്ങൾ വേദനിപ്പിക്കുകയാണ്. നിങ്ങൾ കാണാൻ വന്നത് മുതൽ മഹാനർ വിഷമത്തിലാണ്. ഇനിയും വിഷമിപ്പിക്കല്ലേ, കടന്നു പോകോ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, നിങ്ങൾ എന്തിനാണ് വന്ന് വീണ്ടും വിഷമിപ്പിക്കുന്നത് എന്ന് ആ അടിമപ്പെണ്ണ് വന്ന് പറഞ്ഞു. അത് കേട്ടിട്ടാണ് ഖലീഫത്തുൽ മുസ്ലിമീൻ ഹാറൂൻ റഷീദ് പിന്തിരിഞ്ഞു പോയി. ഒന്നും മിണ്ടിയില്ല. ആവശ്യമുണ്ടായിരുന്നു, ഭാര്യയ്ക്ക് സങ്കടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ മഹാന്മാരുടെ, യഥാർത്ഥ സൂഫികളുടെ കാലം കൊണ്ട് ഏറ്റവും മുന്തിയ മഹാന്മാർ അവർ ഈ ലോകത്ത് കണ്ടതിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂഫികളുടെ സ്നേഹം, അവർ അല്ലാഹുവിനെ മാത്രമേ സ്നേഹിക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്. സൂഫികളുടെ സ്നേഹം ലക്ഷ്യത്തിലേക്ക്, അവരുടെ സ്നേഹമാണ് ലക്ഷ്യം കാണുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു എന്താണ് അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ ഭാഗം പറയുന്നത്. അദ്ദേഹത്തിന് ഒരു ചെറിയ മകളുണ്ടായിരുന്നു, പ്രായം കുറഞ്ഞ ഒരു മോൾ. ആ മോൾക്ക് കൈ വേദന ഉണ്ടായി. കൈക്ക് എന്തോ സംഭവിച്ചു, വേദന അനുഭവപ്പെട്ടു. ആ മോൾക്ക് വല്ലാത്ത പ്രയാസമായി. ചരിത്രം രേഖപ്പെടുത്തുകയാണ്, മകൾ ചെറിയ കുട്ടിയാണ്, ഇബ്നത്തു സുഗീറ എന്നാണ് പറയുന്നത്. ആ ചെറിയ മോളുടെ കൈക്ക് വേദന എടുത്തിട്ട് വേദനയുടെ ബുദ്ധിമുട്ട് ഒരു ദിവസം മഹാൻ കുട്ടിയോട് ചോദിച്ചു, മോളെ കൈ എങ്ങനെ ഉണ്ട്, വേദന കുറവുണ്ടോ എന്ന് മോളോട് ചോദിച്ചു. ആ സമയത്ത് ആ ചെറിയ കുട്ടി, പ്രായപൂർത്തിയായിട്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ, ആ ചെറിയ മകൾ വാപ്പയോട് പറയാണ്, യാ അബത്തി ബിഖൈർ, എന്റെ വാപ്പ ഖൈർ തന്നെയാണ്. വേദന പറഞ്ഞില്ല, നൊമ്പരം പറഞ്ഞില്ല, എനിക്ക് ഖൈർ തന്നെയാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രമായ എന്റെ ഒരു കൈക്കല്ലേ വേദന തന്നത്, എന്റെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കൊരിക്കലും വേദനയില്ലല്ലോ, അവിടെ അല്ലാഹു എനിക്ക് സുഖമല്ലേ നൽകിയത്. വാപ്പയോട് ചെറിയ മകൾ പറയുകയാണ്, പ്രായം കുറഞ്ഞ മോള് പറയുകയാണ്, ഫുളൈൽ ഇബ്നു ഇയാദിനോട് പറയുന്നു, വാപ്പാ, എന്റെ കൈക്കാണ് വേദനയെങ്കിലും എന്റെ മറ്റു ശരീരഭാഗങ്ങൾക്കൊരു വേദനയുമില്ല, അതുകൊണ്ട് എനിക്ക് സുഖമാണ്. വലക്കൽ ഹംദു അലാ ദാലിക, അതുകൊണ്ട് അല്ലാഹുവിന് സ്തുതി, അല്ലാഹുവിന് സ്തുതി. ഈ രീതിയിൽ വേദന അനുഭവിക്കുമ്പോൾ പോലും സ്വന്തം മകളുടെ, ചെറിയ മകളുടെ, പ്രായം കുറഞ്ഞ മോളുടെ ദൃഢത, അല്ലാഹുവുമായിട്ടുള്ള ബന്ധം, അല്ലാഹുവിലുള്ള വിശ്വാസം, അതേ വേദനയുടെ പേരിലും അല്ലാഹുവിന് ഹംദ് പറഞ്ഞ മോളോട് ചോദിക്കുന്നു, മോളെ ആ കൈ ഒന്ന് കാണിക്കുമോ മോളെ, ആ കൈയൊന്ന് നീട്ടുമോ മോളെ. മോള് കൈ നീട്ടി കൊടുത്തപ്പോ ബഹുമാനപ്പെട്ട ഫുളൈൽ റളിയല്ലാഹു അൻഹു മോളുടെ കൈ പിടിച്ച് ചുംബിച്ചു. ആ കൈയൊന്ന് മുത്തി. സ്നേഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കി മോള് ചോദിച്ചോ, എന്റെ പൊന്നു ബാപ്പാ, ബാപ്പച്ചിക്ക് ഈ മോളോട് സ്നേഹമുണ്ടോ? ഫുളൈൽ റളിയല്ലാഹു അൻഹുവിനോട് മോള് ചോദിക്കുകയാണ്, ഹൽ തുഹിബ്ബുനി, എന്നെ സ്നേഹിക്കുന്നുണ്ടോ വാപ്പാ?
അപ്പോൾ ഫുദൈൽ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുമ്മ നഅം, അല്ലാഹുവാണ് മോളെ, നിന്നോട് എനിക്ക് പ്രിയമുണ്ട് മോളെ, നിന്നെ എനിക്ക് സ്നേഹമാണ്. ഇവിടെയാണ് നമ്മുടെ വിഷയവുമായി ബന്ധിക്കാൻ പോകുന്നത്, ഇവിടെയാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുന്നത്. സൂഫികളുടെ സ്നേഹം യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക്. ഫുദൈൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന, ഈ മോളോട് വാപ്പാക്ക് സ്നേഹമുണ്ടെങ്കിൽ, ഈ മോളെ വാപ്പ സ്നേഹിക്കുന്നെങ്കിൽ, സൗഅത്തുൽ ലക മിനല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്ന് താങ്കൾക്കൊരു മോശമാണ് ഉണ്ടാവുക. ഈ മോളെ വാപ്പ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പേരിൽ അല്ലാഹുവിൽ നിന്നുള്ള ഒരു മോശം, ഒരു തൃപ്തിക്കേട്, ഒരു തൃപ്തിയില്ലായ്മ അങ്ങേക്കുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് പറയാനുള്ള കാരണം, വല്ലാഹി മാ ളനന്തു അന്നക തുഹിബ്ബു മഅല്ലാഹി സിവാ, ഞാൻ വിചാരിക്കുന്നു വാപ്പാക്ക് അല്ലാഹുവിനോടൊപ്പം മറ്റൊന്നിനെയും സ്നേഹിക്കാൻ കഴിയില്ല. അല്ലാഹുവിനെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ. അല്ലാഹു അല്ലാത്ത മറ്റൊന്നിനെയും താങ്കൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല എന്ന് ഞാൻ കരുതിക്കൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഈ മോളോട് സ്നേഹമില്ല, ഈ മോളോട് വാപ്പാക്ക് സ്നേഹം കാണില്ല. അഥവാ സ്നേഹമുണ്ടെങ്കിൽ അങ്ങേക്ക് അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ഒരു മോശമുണ്ടാകും, ഒരു തൃപ്തികേടുണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനോട് മകൾ ചോദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർത്തു നോക്കൂ, അല്ലാഹുവിനെ മാത്രം സ്നേഹിക്കുക എന്നുള്ളതാണ് സ്വന്തം മകളെപ്പോലും, സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും, മാതാപിതാക്കളെപ്പോലും. ഇതാണ് നമ്മൾ മനസ്സിലാക്കുള്ള. ചെറിയ കുട്ടികൾ, തൊട്ടിലിൽ ആട്ടുന്ന കുട്ടികൾ, തൊട്ടിലിൽ താരാട്ടുന്ന കുട്ടികൾ, നിങ്ങൾ ഓർത്തു നോക്കൂ, ഇന്ന് കേട്ട് വളരുന്ന പാട്ടുകൾ. ഇവിടെ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ, പ്രായം കുറഞ്ഞ മകൾ, ബാപ്പയെ ഉപദേശിക്കുമാർ ഉയർന്നു. ബാപ്പാക്ക് പക്ഷെ ഒരു വാത്സല്യം കൊണ്ട് പറഞ്ഞതാണ്, മോളെ നിന്നോട് സ്നേഹമുണ്ട്, വാസ്തവത്തിൽ അല്ലാഹുവിനോട്ടുള്ള സ്നേഹമല്ല. പക്ഷെ അവിടെ തിരുത്തി, വാപ്പാക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ വാപ്പ അള്ളാഹുവിനോട് വച്ചിരിക്കുന്ന സ്നേഹത്തിൽ കുറവ് വന്നിരിക്കുന്നു. അതൊരു വീഴ്ചയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വീടുകളിൽ വളരുന്ന കുട്ടികളുടെ അവസ്ഥ, തൊട്ടിലിൽ വളരുന്ന അവസ്ഥ, ഇന്ന് തൊട്ടിലിൽ കിടക്കുന്ന കുട്ടികൾ കേൾക്കുന്ന പാട്ടുകൾ, ഇന്നത്തെ ചുറ്റുപാടിൽ നിങ്ങൾ ഓർത്തു നോക്കൂ, എത്തരത്തിലുള്ള പാട്ടുകളാണ് ഇന്ന് കുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുക. ചെറുതിലെ ഇന്നത്തെ ആളുകൾ വല്ലാത്തൊരവസ്ഥയിലാണ്. എന്താണ്, അവർക്ക് ഒരു കുട്ടിയുണ്ടായ വല്ലാത്തൊരു സ്നേഹം, ആ ഒരു കുട്ടിയെ എങ്ങനെയെങ്കിലുമൊക്കെ എന്താണ് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളർത്തിയെടുക്കണം. ഇവിടെ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ മകളുടെ കാര്യം പറയുമ്പോൾ, ഇന്ന് നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ ഓർത്തു നോക്കൂ, അല്ലാഹുവിന്റെ ദിക്ർ പറഞ്ഞാൽ തൊട്ടിലിൽ കിടന്ന കുട്ടികൾ എത്ര സന്തോഷത്തോടെയാണ് ഉറങ്ങുക. പണ്ട് കാലങ്ങളിൽ തൊട്ടിലിൽ ആട്ടുന്ന കുട്ടികൾക്ക് വേണ്ടി പാടിക്കൊടുക്കുന്ന പാട്ടുകൾ എത്ര സുന്ദരമാണ്. നബിതങ്ങളെ കുറിച്ച്, സ്വഹാബികളെ കുറിച്ച്, അലിയാരിതങ്ങളെ കുറിച്ച് ഉള്ളതായ ആ പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? മുത്തുലി മഹമൂദരെ മദ്ഹ് പാട്ട് പാടിടാം, പാട്ട് കേട്ടുറങ്ങണം, പൂങ്കുറിഞ്ഞി പൈതലേ വീരകഥകൾ കേൾക്കണം, ശൂരനായി നീ വളരണം, ജീവിത പുന്നാരമേ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എത്ര സുന്ദരമായ ഈരടികളാണ്. പക്ഷേ ഇന്ന് നമ്മുടെ സഹോദരന്മാർ, എന്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ മഹത്തുക്കൾ അവരുടെ മക്കളെ വളർത്തിയത് തുടക്കത്തിൽ കേൾക്കുന്ന കാര്യങ്ങൾ, തുടക്കത്തിൽ കാണുന്ന കാര്യങ്ങൾ. അതുകൊണ്ടല്ലേ മക്കൾ എന്താണ് ശീലിച്ചു വരുന്നത്? എത്ര സുന്ദരമായ നബിതങ്ങളെ കുറിച്ചുള്ള പ്രകീർത്തനങ്ങൾ. ഇതല്ലേ മുഴങ്ങേണ്ടത്? വീട്ടിനനുഗ്രഹം, കേൾക്കു വളരുന്ന കുട്ടികൾക്ക് അനുഗ്രഹം. നമ്മുടെ ഈ വാളുകൊണ്ട് ഒരു ധന്യത ഉണ്ടാകണമെങ്കിൽ, ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ, കരുണയിൻ കേദാരമാകും കണ്ണിനെന്നും കുളിർമയും
കരുണക്കടലായുള്ള റബ്ബിൻ കാതലായ ഹബീബരും മഹിമയാർന്നൊരു മാനസപ്പൂതവള സുന്ദരമാനനം മാനിതർക്കും മാലോകർക്കും മാർഗം കാട്ടിയ ദൂതരേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എത്ര സുന്ദരമാണ്. നമ്മൾ കുട്ടികളെ ഇത് പാടിയൊന്ന് നമ്മൾ ഉറക്കി നോക്കൂ. ആ കുട്ടികൾ എത്ര സുന്ദരമായി, എത്ര നിലവിളിക്കുന്ന കുട്ടികൾ പോലും ഈ സുന്ദരമായ ഈരടികൾ കേട്ടിട്ട്, ആദരവായ നബിയുടെ മദ്ഹ് കേട്ടിട്ട്, അള്ളാഹുവിന്റെ ധ്വനി കേട്ടിട്ട് ഉറങ്ങും. താജുൽ ഉസ്മാൻ തങ്ങളിൽ പിറந்த ചീർമണി, തക്ബീർ താരാട്ടിൽ വളർന്ന തിങ്കൾ പൊന്മണി. താജുൽ ഉസ്മാൻ തങ്ങളിൽ പിറந்த ചീർമണി, തക്ബീയ താരാട്ടിൽ വളർന്ന തിങ്കൾ പൊന്മണി. ഹോജാത്തി മാഹിനോർ ബീവി പെറ്റ പൂമണി, ഖൈറുൽ ഹഖീഖത്തിന്റെ മുത്തുരത്ന കൺമണി. ഖാജാ മുഈനുദ്ദീൻ ഷാഹ് ശൈഖ് അജ്മീരി, ഖാജാ മുഈനുദ്ദീൻ ഷാഹ് ശൈഖ് അജ്മീരി. ഗരീബ് നവാസെ जिसे कुतुब ज़मानी या कुतुब ज़मानी, गरीब नवाज़े जिसे कुतुब ज़मानी या कुतुब ज़मानी. ख्वाजा वली अता रसूली अजमीरी, ख्वाजा वली अता रसूली अजमीरी. गरीब नवाज़े जिसे कुतुब ज़मानी या कुतुब ज़मानी, गरीब नवाज़े जिसे कुतुब ज़मानी या कुतुब ज़मानी. ഔസുൽ അഅ്ലം ശൈഖ് മുഹീദ്ദീൻ വസിയത്ത്, കഅബം തവാഫ് ശേഷം മദീന സിയാറത്ത്. റൗള ശരീഫിൽ കൂടി ഓടി ഓതി സൂറത്ത്, റാഹത്തിൽ സ്വപ്നധാരയിൽ കാട്ടിന്ത്യ ഗോളത്തിൽ. വേദം ഫുർഖാൻ നീതിയാൽ വെളിത്ത ജിമീരി, വേദം ഫുർഖാൻ നീതിയാൽ വെളിത്ത ജിമീരി. ഗരീബ് നവാസെ जिसे कुतुब ज़मानी या खुतुब ज़मानी. ആ മഹാന്റെ കഥ പറയുന്നിടത്ത് ആ മഹാനെ കുറിച്ച് പറയുന്നത് തക്ബീർ താരാട്ടിൽ വളർന്ന തിങ്കൾ പൊന്മണി. ഏതൊരു മഹാന്റെ, ഏതൊരു മഹദിയുടെ കഥ എടുത്താലും അവര് വളർന്ന് അവരുടെ ശൈശവം, അവരുടെ ശിശുപ്രായം, അവരുടെ ചെറിയ പ്രായത്തിൽ പോലും മാതാപിതാക്കൾ എത്രയാണ് ശ്രദ്ധിച്ചത്. വളരെ കുറഞ്ഞ സഹോദരികളാണ് നേരിട്ട് ഈ വേദിയിൽ എത്തിയതെങ്കിലും എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ മക്കളെ വളർത്തുമ്പോ ആ മക്കൾക്ക് നമ്മൾ ചൊല്ലിക്കൊടുക്കുന്നത്, ആ മക്കൾ നമ്മുടെ കരങ്ങളിൽ ഇരിക്കുമ്പോ ആ മക്കൾ കേൾക്കാൻ കഴിയുന്നത്, നമ്മുടെ നാവിൽ നിന്ന് നമ്മൾ ഉയർത്തുന്നത് തക്ബീറിന്റെ ധ്വനികളാവട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവട്ടെ, സ്വലാത്തിന്റെ വചനങ്ങളാവട്ടെ, അതുപോലെയുള്ള മഹാന്മാരുടെ ഇതുകളാകട്ടെ. ചെറിയ കുട്ടികളുടെ കാതിൽ ദുനിയാവിന്റെ കാര്യങ്ങൾ ടി.വി. അങ്ങോട്ട് ഓൺ ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ആ മക്കൾക്ക് കേൾക്കാൻ, അവരെ കേൾപ്പിക്കാൻ ഇടവരരുത്. ഞാൻ പറഞ്ഞല്ലോ, വിശദീകരിക്കേണ്ട വിഷയമാണ്. ഈ വിഷയം ഒരു വലിയ മഹാന്റെ സൂഫിയുടെ ഏകസമ്പൂർണമായ ഉപദേശങ്ങളടങ്ങിയ, തത്വജ്ഞാനമടങ്ങിയ കഥ വിവരിച്ചു കഴിഞ്ഞപ്പോ ഇതുകൊണ്ട് നമ്മൾ കുറഞ്ഞവരാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഖലീഫ ഹാറൂൻ റഷീദ് തങ്ങൾ പറഞ്ഞ, എനിക്കെന്റെ റബ്ബിനോട് കടം, ഞാൻ അധികാരിയാണ്, പക്ഷെ ഞാൻ അധികാരം നടത്തുന്ന എന്റെ മുഅ്മിനീങ്ങൾ, എന്റെ മുസ്ലിമീങ്ങളെ കുറിച്ച് റബ്ബ് വിചാരണ ചെയ്യും. എങ്കിൽ എന്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കളെ കുറിച്ച് അള്ളാഹു നമ്മോട് വിചാരണ ചെയ്യും. നമ്മുടെ ഭാര്യയെ കുറിച്ച്, നമ്മുടെ കുടുംബത്തെ കുറിച്ച്. എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, അള്ളാഹുവിന് വേണ്ടിയാക്കണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയിലാക്കണം. നമ്മുടെ മക്കൾ വളരുമ്പോ ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ വല്ലാതെ ശ്രദ്ധിക്കേണ്ട കാലമാണ്, വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, എല്ലാം അധ്വാനിച്ചു കൊണ്ട് കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരായ പെണ്ണുങ്ങളെ, പെൺമക്കളെ എന്താണ് നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ടതാണ്.
അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ അവരെ വളർത്തിയെടുക്കാൻ അവരുടെ പ്രായത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ചെറുതിലെ നല്ല ശീലം വേണം. 7 വയസ്സാകുമ്പോഴേ അവരെ നിസ്കരിപ്പിച്ച് ശീലിപ്പിക്കണം, ഖുർആൻ പഠിപ്പിക്കണം. ആ രീതിയിൽ വളർത്തിയെടുത്ത് നമ്മൾ കൊണ്ടുവരണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വിഷയത്തിന്റെ ഒരു ഭാഗത്തിൽ തന്നെ മഹദി റാബിയത്തുൽ അദവിയ്യയുടെ സ്നേഹം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ അള്ളാഹുവിനെ സ്നേഹിച്ചത്. താബിഈങ്ങളിൽ പ്രമുഖരായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ റാബിയത്തുൽ അദവിയെ സമീപിച്ചിട്ട് അവരുടെ ഈമാനിന്റെ ദൃഢത, അവരുടെ ഈമാനിന്റെ ഹഖീഖത്ത് മനസ്സിലാക്കിയിട്ട് ചോദിച്ചു, മഹദി, ഇത്രയും നല്ല ഈമാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടായത്? നിങ്ങൾ ഇത്രയ്ക്ക് നല്ല മുന്തിയ ഈമാൻ എങ്ങനെ നേടി? നിങ്ങളൊരു പെണ്ണാണല്ലോ എന്ന് വെച്ചിട്ടാ ചോദിച്ചത്. മഹദി പറഞ്ഞു, അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഒരു ഭയം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം എന്റെ ഹൃദയത്തിൽ ഇറങ്ങി. അള്ളാഹുവിനോട് ഭയം വന്നു. ഒപ്പം ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്നേഹം വയ്ക്കുന്നെങ്കിൽ, പ്രേമിക്കുന്നെങ്കിൽ, സ്നേഹിക്കുന്നെങ്കിൽ അള്ളാഹുവിനെ സ്നേഹിക്കുക. എന്റെ മനസ്സിൽ അള്ളാഹുവിനല്ലാതെ സ്ഥാനമില്ലാതായി. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരിയോട് പറയാതെ, അള്ളാഹു എന്നുള്ളതാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. ഞാൻ ഇബാദത്ത് ചെയ്യുന്നത് അബത്തുല്ലാഹ ലാ മിൻ ഖൗഫി നാരിഹി വലാ ഹുബ്ബൻ ഇലാ ജന്നതിഹി. ഞാൻ അല്ലാഹുവിനെ തനിച്ച് ഇബാദത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിനെ നരകത്തിലിടുമോ എന്ന് പേടിച്ചിട്ടല്ല, ഞാൻ നരകത്തിൽ വീഴുമോ എന്ന് പേടിച്ചിട്ടല്ല ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. എന്നാൽ സ്വർഗത്തിൽ പോകണമെന്ന മോഹം തെല്ലും കൊണ്ടല്ല, സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ആഗ്രഹം കൊണ്ടല്ല, അഭിലാഷം കൊണ്ടല്ല, ആശ കൊണ്ടല്ല ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. ബൽ ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനോടുള്ള പ്രേമം ഒന്ന് മാത്രമാണ് ഞാൻ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരിയോട് വിവരിക്കുകയാണ്. ഇതാണ് മഹാന്മാരുടെ ആ സൂഫി സ്നേഹം. മറ്റൊരു പടപ്പിന് വേണ്ടിയുമല്ല, മറ്റൊരു പടപ്പിനെയും അവർ സ്നേഹിക്കില്ല. അത് മാതാപിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അവസാനിപ്പിക്കാറായേ. മഹദിയുടെ സ്നേഹം വർണ്ണിച്ച് ഇമാമുന ഗസാലി മഹദി അല്ലാഹുവിനോടുള്ള സ്നേഹത്തെ അങ്ങനെ വിശാലമായ അർത്ഥത്തിൽ ഇങ്ങനെ വർണ്ണിക്കുകയാണ്. ആ സ്നേഹത്തെ വർണ്ണിച്ച് പാട്ടുപാടുകയാണ്. ബഹുമാനപ്പെട്ട മഹദി പാടുകയാണ്, ഉഹിബ്ബുക ഹുബ്ബൈനി ഹുബ്ബൽ ഹവാ വഹുബ്ബൻ ലിഅന്നക അഹ്ലുൽ ലിദാക് فأما الذي هو حب الهوى فشغلي بذكرك عمن سواك وأما الذي أنت أهل له فكشفك للحجب حتى أراك فلا الحمد في ذا ولا ذاك لي ولكن لك الحمد في ذا وذاك. ബഹുമാനപ്പെട്ട മഹദി പറയുകയാണ്, അല്ലാഹുവേ, നിന്നെ ഞാൻ പ്രേമിക്കുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് ഒരു സ്നേഹമല്ല. മഹാന്മാരിൽ നിന്ന് വ്യത്യസ്തമായി 2 സ്നേഹങ്ങൾ പഠിപ്പിക്കുകയാണ്. ഉഹിബ്ബുക ഹുബ്ബൈനി ഹുബ്ബൽ ഹവാ, അല്ലാഹുവേ, നിന്നെ ഞാൻ 2 സ്നേഹം സ്നേഹിക്കുന്നു. അല്ലാഹുവേ, മഹദി പറയുകയാണ്, ഞാൻ 2 സ്നേഹം നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഒന്ന് ഹുബ്ബുൽ ഹവാ. ഇമാം ഗസാലി അത് വിവരിക്കുന്നത് മഹദി ഹുബ്ബുൽ ഹവാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാഹുവേ, നീയാണ് എനിക്ക് അനുഗ്രഹം ചെയ്യുന്നത്, നീയാണ് എനിക്ക് ഔദാര്യങ്ങൾ തരുന്നത്, നീയാണ് എനിക്കെല്ലാം നൽകുന്നത്. അതിന്റെ പേരിൽ അല്ലാഹ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു റബ്ബേ. 2ാമത്തെ സ്നേഹം, അല്ലാഹുവേ, 2ാമത്തെ സ്നേഹം നിന്നോട് എനിക്കുള്ളത് ലിജമാലിക വലിജലാലിക. അല്ലാഹുവേ, നിന്റെ ജമാലിനു വേണ്ടി, നിന്റെ
നിന്റെ ജലാലിന് വേണ്ടി, നിന്നെക്കുറിച്ചുള്ള ഭയം, നിന്റെ മഹാത്മ്യം, നിന്റെ മഹത്വം അതെന്റെ ഹൃദയത്തെ കീഴടക്കിയതിന്റെ പേരിലാണ് ഞാൻ നിന്നെ രണ്ടാമതായി സ്നേഹിക്കുന്നത്. ഇതാണ് ഏറ്റവും മുന്തിയ സ്നേഹം. ഈ രണ്ട് സ്നേഹവും കൂടി എന്റെ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കി. എന്റെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള ഈമാനല്ലാതെ, അള്ളാഹുവിനോടുള്ള സ്നേഹമല്ലാതെ മറ്റൊരു ഈമാനില്ല, മറ്റൊന്നിനോടും സ്നേഹമില്ല. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ട മഹദി പറഞ്ഞെങ്കിൽ നമ്മളിപ്പോ നിബിതങ്ങളെ സ്നേഹിക്കും. നിബിതങ്ങളെയൊക്കെ സ്നേഹിക്കുന്നത് അള്ളാഹുവിലേക്കാണ്, അള്ളാഹുലേക്ക് നബിയിലൂടെ, അള്ളാഹുലേക്ക് നബിയിലൂടെ എന്ന ആ പ്രമേയത്തിൽ കിട്ടാൻ വേണ്ടിയാണ്, ആ പ്രമേയം കിട്ടാൻ വേണ്ടി ആണ് നിബിതങ്ങളെ സ്നേഹിക്കുന്നത്. മദീന മദീന എന്ന് കേട്ടാൽ മദീനയെ സ്നേഹിച്ച മഹാന്മാർ, മദീന എന്ന് കേട്ടാൽ എൻ കനവിൽ മദീന, എന്നിനവിൽ മദീന, ഞാൻ പാടും മദീന, ഞാൻ കേൾക്കും മദീന എന്ന് പാടിയ മഹാന്മാർ എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പൊ മദീനയെ സ്നേഹിച്ചത് ആ മദീനയിലെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫയിലൂടെ, ആ സ്നേഹത്തിലൂടെയാണ് അല്ലാഹുവിന്റെ ഇഷ്കിലേക്ക്, പ്രിയത്തിലേക്ക് എത്താൻ കഴിയുക. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ വീണ് കിട്ടുന്ന വേളകളാണ് ഇതുപോലെയുള്ള അസുലഭ അനന്യമായ സുന്ദര മുഹൂർത്തങ്ങൾ. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ അവസാനം വരെയും അള്ളാഹുവിനെ മനസ്സിലാക്കിയ, സ്നേഹിച്ച, അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് ചേർന്ന മഹാന്മാരെ മനസ്സിലാക്കുക. ആ മഹാന്മാരുടെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുക, അവിടേക്ക് ചെല്ലുക, അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ അള്ളാഹുവിനോട് ദുആ ഇറക്കുക, അവരുടെ വഴിയെ പോവുക. ഇന്ന് ഈ വിഷയം അവതരിപ്പിച്ചിട്ട് പറയാൻ ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ് ഇന്നിതിനെയൊക്കെ തള്ളുകയും നിഷേധിക്കുകയും എതിർക്കുകയും ആക്ഷേപിക്കുകയും മഹാന്മാരെ യഥാർത്ഥമായിട്ട്, ഞാൻ പറഞ്ഞില്ല, മുന്തിയ നൂറ്റാണ്ടുകളിൽ ജീവിച്ച മഹാന്മാരുടേതാണ്. ഈ അടുത്ത കാലം ഉമ്മീദീഷയുടെ കഥ ഒന്നും ഞാൻ പറഞ്ഞില്ല. അവർക്കൊക്കെ എത്രയോ മുമ്പുള്ള മഹാന്മാരുടെ, ബഹുമാനപ്പെട്ട മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു, ഈ മഹത്തുക്കളെയൊക്കെ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മരിക്കുന്നത് വരെ നമ്മുടെ ശരീരവും നമ്മുടെ കുടുംബത്തിന്റെ ശരീരവും ഇതുപോലെയുള്ള ഫിത്നകളിൽ നിന്ന് ഈ അള്ളാഹു സ്നേഹിച്ച, അള്ളാഹു ഉയർത്തി ആ മഹാന്മാരോടൊപ്പം ഇനി എത്താൻ ഒരാൾ ഇല്ല. ഇനി ഒരാൾ വരുന്ന കാര്യം വലിയ പ്രയാസമാണ്. ചിലപ്പോൾ ശൈഖന്മാരൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, അതൊക്കെ ഒരു ബറക്കത്തിന്റെ ശൈഖന്മാരായിരിക്കാം. പക്ഷെ ഇത്രയും സ്ഥാനത്തെത്തുന്ന ഒരാളെ കിട്ടത്തില്ല. അതുകൊണ്ട് ഇന്നത്തേതായ പിന്നെ പുത്തൻ പ്രസ്ഥാനങ്ങളുടെ, സംഘടനകളുടെ അതിപ്രസരത്തിൽ അവരുടെ പിന്നെ കുടുംബത്തിന്റെ പേരിലായാലും ഏത് ബന്ധത്തിന്റെ പേരിലായാലും ഒരു കാരണവശാലും വീണു പോകരുത്. ഇപ്പൊ ചിലപ്പോ ഇത്രയും കുറഞ്ഞ ഈ അവതരണം കൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഈ പറയുന്നതിന്റെ ഗ്രാഹ്യം മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഉദ്ദേശിച്ച ഈ കാര്യങ്ങളെല്ലാം പറയാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കുമായിരുന്നു. ഇത് വലിയൊരു വിപത്താണ്, ഇന്നത്തെ വലിയൊരു പരീക്ഷണമാണ്. നമ്മുടെ പല സഹോദരങ്ങളും കുഴഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുന്നു ബന്ധത്തിന്റെ പേരിൽ. ഒരു കാരണവശാലും നമ്മുടെ വീടുകളിലോ ആളുകളിലോ അതുപോലെയുള്ള ആളുകളുമായി ഒരിക്കലും പിന്നെ ഇടപെടുത്തരുത്, അവരെ കയറ്റരുത്, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത്. അതുകൊണ്ട് വലിയ മുസീബത്താണ്. നിബിതങ്ങൾ പറഞ്ഞാൽ നിബിതങ്ങളുടെ സുന്നത്ത് വികൃതമാക്കുന്ന കാലഘട്ടത്തിൽ അത് പിടിക്കുന്നവർക്ക് 100 ഷഹീദിന്റെ കൂലിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ മലികുൽ ജബ്ബാറായ തമ്പുരാനെ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ആദരവായ നിന്റെ ഹബീബിന്റെ റൗളയിൽ എത്തിക്കണേ തമ്പുരാനെ. ആ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ സലാമിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ വീഴ്ചകൾ നീ മാപ്പാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ വൈകല്യങ്ങൾ നീ നികത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈർ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ തമ്പുരാനെ. അവരിൽ നിന്ന് മൺമറഞ്ഞവരുടെ ഖബറുകൾ വിശാലമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉസ്താദന്മാർക്ക് നീ പൊറുക്കണേ തമ്പുരാനെ. അവർക്ക് നീ നിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ് ആരോഗ്യം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ സഹോദരിമാരെ സഹോദരന്മാരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവർക്ക് നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് നീ അനുഗ്രഹം ചൊരിയണേ തമ്പുരാനെ. കാവൽ നൽകണേ അല്ലാഹ്.
കാവല് നൽകണേ അല്ലാ. അവരുടെ ജോലിയിൽ ഖൈറ് കൊടുക്കണേ അല്ലാ. ആപത്തുകൾ വരുത്തരുതേ അല്ലാ. അപകടങ്ങൾ വരുത്തരുതേ അല്ലാ. കീറിമുറിക്കുന്ന മാരകമായ രോഗങ്ങൾ അവർക്ക് നീ വെക്കല്ലേ അല്ലാ. അവർക്കൊക്കെ വന്ന് ഞങ്ങളെയൊക്കെ കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഇവിടെ ദുആ വസിയത്ത് ചെയ്തിരിക്കുന്ന ഹദിയകൾ നൽകിയിരിക്കുന്നവരെ സ്വീകരിക്കണേ അല്ലാ. അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാ. പടച്ചവനെ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നിനക്ക് ഏറ്റവും പൊരുത്തപ്പെട്ട മഹത്തുക്കളുടെ കഥ പറഞ്ഞ മഹത്തുക്കളുടെ സ്നേഹത്തിന്റെ വഴി തെളിച്ച ഈ വിജ്ഞാന മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ഹദിയകൾക്ക് അർഹമായ കൂലി നൽകണേ അല്ലാ. അവരുടെ മൺമറഞ്ഞവരുടെ ഖബറുകളിലേക്ക് ഇത് നീ വെളിച്ചമാക്കണേ അല്ലാ. വെളിച്ചമാക്കണേ അല്ലാ. അവരുടെ സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഈ നിമിഷങ്ങളിൽ അവർ ഖബറുകളിൽ നിറഞ്ഞ് സന്തോഷിക്കണേ അല്ലാ. നിറഞ്ഞ് സന്തോഷിക്കണേ അല്ലാ. അവർക്ക് ഏറ്റവും സന്തോഷകരമായ ആനന്ദകരമായ ഒരു ഹദിയയായി സമ്മാനമായി നീ ഇത് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, പ്രശ്നങ്ങൾക്ക് വേണ്ടി, ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി, രോഗങ്ങൾ മാറാൻ വേണ്ടി വസിയത്ത് ചെയ്തവരെ നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. അവരുടെ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയും നീ നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ പെൺമക്കളെ നീ നന്നാക്കണേ അല്ലാ. നിന്റെ ഖുർആൻ ഓതി പാരായണം ചെയ്ത് നിനക്ക് ഇബാദത്ത് ചെയ്യുന്നവരാക്കണേ അല്ലാ. പടച്ചവനെ, ഇഹത്തിലും പരത്തിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് അല്ലാ. അവരെ കൊണ്ട് പ്രശ്നമുണ്ടാകരുത് അല്ലാ. അവരെ കൊണ്ട് പ്രയാസമുണ്ടാകരുത് അല്ലാ. അവരെയൊക്കെ നീ നിന്റെ പൊരുത്തത്തിലായി വളർത്തണേ അല്ലാ. നിന്റെ പൊരുത്തത്തിലായി ഉയർത്തണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് നീ സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം നൽകണേ അല്ലാ. സ്വർഗത്തിൽ നിന്ന് കുടിപ്പിക്കണേ അല്ലാ. ഞങ്ങൾക്ക് കിതാബുകൾ വാങ്ങി തന്നവർ, വസ്ത്രങ്ങൾ നൽകിയവർ, അവരെല്ലാം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. സ്വർഗത്തിൽ അവർക്ക് സന്തോഷങ്ങൾ നൽകണേ അല്ലാ. സ്വർഗത്തിൽ നിന്ന് പകരം വസ്ത്രം നൽകണേ അല്ലാ. പടച്ചവനെ, ബുദ്ധിമുട്ടുകൾ സഹിച്ചും അവസാനം വരെയും ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ നല്ല ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണേ അല്ലാ. നിന്റെ ദീനിന്റെ യഥാർത്ഥമായ വിജ്ഞാനങ്ങൾ ഇടതും വലതും വളവില്ലാതെ വളയാതെ ശരിയായ രീതിയിൽ ഞങ്ങൾക്ക് പഠിച്ച് ഗ്രഹിച്ച് പ്രവർത്തിച്ച് പകർന്നു നൽകാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നീ സുഖം നൽകണേ അല്ലാ. ദീനിന്റെ ഖിദ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, മുത്തുനബിയെ മഹബ്ബത്ത് ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഈ മഹാന്മാരെ കൊണ്ട് ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കണേ അല്ലാ. ആ മഹാന്മാരുടെ വിജ്ഞാനങ്ങൾ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ബുദ്ധിക്കും നീ സ്ഥിരത നൽകണേ അല്ലാ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഈമാനോടുകൂടെ മൗത്താക്കണേ അല്ലാ. ഈമാനോടുകൂടെ മൗത്താക്കണേ അല്ലാ. പടച്ചവനെ, അങ്ങ് അകല മദീനയിൽ നിൽക്കുന്ന ഒരു സഹോദരൻ പ്രത്യേകമായി ദുആ വസിയത്ത് ചെയ്തു. അദ്ദേഹത്തിന്റെ സുഖമില്ലാത്ത വാപ്പാക്ക് അസുഖം മാറ്റി കൊടുക്കണേ റബ്ബേ. ശിഫ നൽകണേ റബ്ബേ. അദ്ദേഹത്തിന്റെ ഭാര്യ, കുടുംബങ്ങളെ, സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ പൊരുത്തം നൽകണേ റബ്ബേ. മരിക്കുമ്പോ തൗബയിലായി, ഇഖ്ലാസിലായി, ഈമാനിലായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഔദാര്യമായി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം ബിബറകതി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി വസല്ലിം വസല്ലി അലാ ജമീഇൽ അംബിയാ വൽ മുർസലീൻ. അൽഹംദുലില്ലാഹ്. വേഗ
മനസ്സിൻ്റെ താപമേറ്റനവധി പൂവും ഗീനാവുകളും കൊഴിഞ്ഞു വീണു. വേവുന്ന മനസ്സിൻ്റെ താപമേറ്റനവധി പൂവും ഗീനാവുകളും കൊഴിഞ്ഞു വീണു. സത്യനാദം കൂവും പൂങ്കോഴിയായ ഭൃത്യനാം പുണ്യ ബിലാൽ കേണു. ഭൃത്യനാം പുണ്യ ബിലാൽ കേണു. വേവുന്ന മനസ്സിൻ്റെ താപമേറ്റനവധി പൂവും കീനാവുകളും കൊഴിഞ്ഞു വീണു. തന്നേക്കാൾ തൻ പ്രിയ പ്രാണനേക്കാളും തോഹ റസൂലോടാണൻ സ്നേഹം. തന്നെത്താനോദി വിലാപം പൊഴിച്ചും തോഹാവിൻ ചാരത്തു തന്നെ മോഹം. തന്നേക്കാൾ തൻ പ്രിയ പ്രാണനേക്കാളും തോഹ റസൂലോടാണൻ സ്നേഹം. തന്നെത്താനോദി വിലാപം പൊഴിച്ചും തോഹാവിൻ ചാരത്തു തന്നെ മോഹം. നബിയില്ല ലോകത്തെയോർത്ത് താനെന്തു ചെയ്യുമെന്നാർത്ത്. നബിയില്ല ലോകത്തെയോർത്ത് താനെന്തു ചെയ്യുമെന്നാർത്ത്. ദുഃഖം കനത്തിടുന്നു ദിക്കും കരഞ്ഞിടുന്നു. ദുഃഖം കനത്തിടുന്നു ദിക്കും കരഞ്ഞിടുന്നു. വേവുന്ന മനസ്സിൻ്റെ താപമേറ്റനവധി പൂവും കീനാവുകളും കൊഴിഞ്ഞു വീണു. മെല്ലെ മുടന്തി നിമിഷങ്ങൾ നീങ്ങി അല്ലിൽ പകൽ ചെന്നു ചേർന്നിണങ്ങി. അല്ലൽ കയത്തിൽ ബിലാൽ വീണു മുങ്ങി. ആവാതെ വീണ്ടും കരഞ്ഞു തേങ്ങി. മെല്ലെ മുടന്തി നിമിഷങ്ങൾ നീങ്ങി അല്ലിൽ പകൽ ചെന്നു ചേർന്നിണങ്ങി. അല്ലൽ കയത്തിൽ ബിലാൽ വീണു മുങ്ങി. ആവാതെ വീണ്ടും കരഞ്ഞു തേങ്ങി. അടിമത്തം പേറി ബിലാല് അഴിച്ചെടുത്തുയർത്തി റസൂല്. അടിമത്തം പേറി ബിലാല് അഴിച്ചെടുത്തുയർത്തി റസൂല്. മുല്ലപ്പൂ പരിമളം മദീന പരിസരം. മുല്ലപ്പൂ പരിമളം മദീന പരിസരം. വേവുന്ന മനസ്സിൻ്റെ താപമേറ്റനവധി പൂവും കീനാവുകളും കൊഴിഞ്ഞു വീണു. മേയാതെ ഒട്ടകം സ്തംഭിച്ചു നിന്നു. മേലോട്ട് നോക്കി തരിച്ചിടുന്നു. 1000 രൂപങ്ങൾ മിന്നിമായുന്നു. ആകെ പരിഭ്രമം ഭീതിയിന്ന്. മേയാതെ ഒട്ടകം സ്തംഭിച്ചു നിന്നു. മേലോട്ട് നോക്കി തരിച്ചിടുന്നു. 1000 രൂപങ്ങൾ മിന്നിമായുന്നു. ആകെ പരിഭ്രമം ഭീതിയിന്ന്. ആളൊഴിഞ്ഞൊറ്റ ബിലാല് ആരുമറിഞ്ഞില്ലിഹാല്. ആളൊഴിഞ്ഞൊറ്റ ബിലാല് ആരുമറിഞ്ഞില്ലിഹാല്. തീരെയവശനായി തോരാത്ത കണ്ണുമായി. തീരെയവശനായി തോരാത്ത കണ്ണുമായി. വേവുന്ന മനസ്സിൻ്റെ താപമേറ്റനവധി പൂവും കീനാവുകളും കൊഴിഞ്ഞു വീണു. വേവുന്ന മനസ്സിൻ്റെ താപമേറ്റനവധി പൂവും കീനാവുകളും കൊഴിഞ്ഞു
പൊഴിഞ്ഞു വീണു. അരമ്പമുത്ത് റസൂലിന്റെ നേരമാകണ്, അലം ദുനിയാവെ നടുക്കി വേർപിരിയണ്. ഊരായ ഊരതൊക്കെയും വിറങ്ങലിക്കണ്, ഉദ്യാന പട്ടണത്തിലാകെ ശോകമാകണ്. ഉദ്യാന പട്ടണത്തിലാകെ ശോകമാകണ്, ശോകമാകണ്. അരമ്പമുത്ത് റസൂലിന്റെ നേരമാകണ്, അലം ദുനിയാവെ നടുക്കി വേർപിരിയണ്. ഊരായ ഊരതൊക്കെയും വിറങ്ങലിക്കണ്, ഉദ്യാന പട്ടണത്തിലാകെ ശോകമാകണ്. ഉദ്യാന പട്ടണത്തിലാകെ ശോകമാകണ്, ശോകമാകണ്. ഹർഷെന്ന ഗോളം വാർത്ത കേട്ടുടൻ വിറച്ചുഹോ, അഹദിന്റെ മന്ദിരത്തിലെ മിമ്പർ കരഞ്ഞുഹോ. 1,00,000-ൽ പരം സഹാബികൾ തവിച്ചുഹോ, ഒരുവന്റെ വിധി എന്നറിഞ്ഞു മറുസഹിച്ചുഹോ. ഒരുവന്റെ വിധി എന്നറിഞ്ഞു മറുസഹിച്ചുഹോ, മറുസഹിച്ചുഹോ. അരമ്പമുത്ത് റസൂലിന്റെ നേരമാകണ്, അലം ദുനിയാവെ നടുക്കി വേർപിരിയണ്. ഊരായ ഊരതൊക്കെയും വിറങ്ങലിക്കണ്, ഉദ്യാന പട്ടണത്തിലാകെ ശോകമാകണ്. ഉദ്യാന പട്ടണത്തിലാകെ ശോകമാകണ്, ശോകമാകണ്. തിങ്കൾ പുലർച്ചെ തങ്ങള് നമസ്കരിക്കണ്, തിരിഞ്ഞപ്പോ ജനങ്ങൾക്ക് വസിയത്ത് ചൊല്ലണ്. തിങ്കൾ പുലർച്ചെ തങ്ങള് നമസ്കരിക്കണ്, തിരിഞ്ഞപ്പോ ജനങ്ങൾക്ക് വസിയത്ത് ചൊല്ലണ്. തഖ്വായും ത്വാഅത്തും വിടാതെ ചെയ്തു കൊല്ലണം, തളരാതെ സത്യദീനുയർത്തി പ്രീതി നേടണം. തളരാതെ സത്യദീനുയർത്തി പ്രീതി നേടണം, പ്രീതി നേടണം. പാരീതിലൻ സമാപനം കുറിക്കും നാളിത്, പാർക്കാൻ എനിക്ക് ശേഷിയില്ലിനി ഈ തീരത്ത്. പാരീതിലൻ സമാപനം കുറിക്കും നാളിത്, പാർക്കാൻ എനിക്ക് ശേഷിയില്ലിനി ഈ തീരത്ത്. പരാതി വല്ലതുണ്ടതെങ്കിൽ ഇവിടെ ചോദിത്ത്, പരലോകം ക്ലേശിക്കാതെ പിരിയട്ട ചിരിത്ത്. പരലോകം ക്ലേശിക്കാതെ പിരിയട്ട ചിരിത്ത്, പിരിയട്ട ചിരിത്ത്. ആരംഭമുത്ത് റസൂലിന്റെ നേരമാകണ്, അലം ദുനിയാവെ നടുക്കി വേർപിരിയണ്. ഊരായ ഊരതൊക്കെയും വിറങ്ങലിക്കണ്, ഉദ്യാന പട്ടണത്തിലാകെ ശോകമാകണ്. ഉദ്യാന പട്ടണത്തിലാകെ ശോകമാകണ്, ശോകമാകണ്. ആരംഭമുത്ത് റസൂലിന്റെ നേരമാകണ്, അലം ദുനിയാവെ നടുക്കി വേർപിരിയണ്. ഊരായ ഊരതൊക്കെയും വിറങ്ങലിക്കണ്, ഉദ്യാന പട്ടണത്തിലാകെ ശോകമാകണ്. ഉദ്യാന പട്ടണത്തിലാകെ ശോകമാകണ്, ശോകമാകണ്. ഉദ്യാന പട്ടണത്തിലാകെ ശോകമാകണ്, ശോകമാകണ്.